ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ജെട്രോഫ പ്ലാന്റിനെ കുറിച്ചാണ്. ഈ ചെടിയുടെ പേര് ജെട്രോഫ ഇൻഡജെറിമ എന്നാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് പൂക്കളുണ്ടാകും ഇതിൽ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. വളരെ ചെറിയ കെയർ കൊടുത്താൽ മതി. വർഷം മുഴുക്കയും ഇതിൽ പൂക്കളുണ്ടാവും. എങ്കിലും സമ്മർ സീസണിലാണ് കൂടുതലും ഇതിൽ പൂക്കൾ കണ്ടുവരുന്നത്. ഇതൊരു എവർഗ്രീൻ പ്ലാന്റ് ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നല്ല റെഡ് കളറിലെ പൂക്കൾ വിരിയുന്ന ചെടിയാണുള്ളത്. ഇതിൻ്റെ തന്നെ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിലെ പൂക്കൾ വിരിയുന്ന ചെടികളും ഉണ്ട്. ബ്രാഞ്ചിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. വിരിയുന്ന പൂക്കൾ ഒരു ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇതേപോലെ ചെറിയ പൂങ്കുലകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരുപാട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി വെക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഈ ചെടി നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ തന്നെ നിലത്തും നട്ട് വളർത്താം. ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഹൈറ്റിനും ഷേപ്പിനും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റും. നിലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഓടി ചെറിയ മരം പോലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചെടിയാണ്. വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിനാവശ്യം. പോട്ടി മിക്സ് ആയിട്ട് ഗാർഡൻ സോയിൽ, നമ്മുടെ ഗാർഡനിലെ മണ്ണും ചാണകപ്പൊടിയും വളരെ കുറച്ച് കോക്കോപീറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വെള്ളം വളരെ കുറച്ച് മതി ഈ ചെടിക്ക്. 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമ്മർ സീസണിലൊക്കെ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ കുറയും. അതുപോലെ തന്നെ മഴ സീസണിൽ നമ്മൾ ഈ ചെടി ചട്ടിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കഴിവതും വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് തന്നെ ഈ ചെടി നടുക. ഇതിൻ്റെ പുതിയ ചെടി വളർത്തിയെടുക്കുവാനായിട്ട് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നട്ടു കൊടുത്താൽ മതി. കട്ടിങ്സ് എടുത്ത് നടുമ്പോൾ നടീൽ മിശ്രിതമായിട്ട് കോക്കോപീറ്റ് കുറച്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് ഷെയ്ഡിൽ വെക്കുക. വേര് പിടിച്ചതിന് ശേഷം മാത്രമേ സൺലൈറ്റിലോട്ട് എടുത്ത് വെക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ പൂക്കൾ കൊഴിയുമ്പോൾ ആ ഭാഗത്ത് വിത്ത് ഫോം ആവും. ആ വിത്തെടുത്ത് പാകിയാലും നമുക്ക് പുതിയ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഈ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ പ്രൂണിങ് അത്യാവശ്യമാണ്. കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യത്തുള്ളൂ. മഴ സീസണിലൊക്കെ ഈ ചെടി നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. മഴ സീസണിൽ നല്ല ഗ്രോത്ത് ഈ ചെടി കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ വരാൻ ഇത് സഹായകമാവും. വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവവളവും കൊടുക്കാം, അതുപോലെ തന്നെ രാസവളവും കൊടുക്കാം. ജൈവവളമായിട്ട് വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവ കൊടുക്കാം. രാസവളമായിട്ട് NPK, DAP ഫെർട്ടിലൈസറുകൾ കൊടുക്കാം. ഒരുപാട് പൂക്കളുണ്ടാകാൻ ഇത് സഹായിക്കും. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നല്ല വെയിലും ചാണകപ്പൊടിയും മാത്രം മതി. ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാവും. ജൈവവളം എല്ലാ 30 ദിവസം കൂടുന്തോറും ഉപയോഗിക്കുക. രാസവളമാണെങ്കിൽ എല്ലാ 15 ദിവസം കൂടുന്തോറും ഇട്ട് കൊടുക്കുക. കീടബാധ അധികം കണ്ടുവരാറില്ല. അങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അത് മാറിക്കോളും. ഇതൊക്കെയാണ് ഈ ചെടിയുടെ കെയറുകൾ. വളരെ ചെറിയ കെയർ കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നിങ്ങളും ഈ പ്ലാന്റ് വളർത്താൻ ട്രൈ ചെയ്യുക. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.